So next question, find the Laplace transform of the following. First question cos square 2t, second question sin square t. So Laplace transform of cos square t, first question answer കണ്ടുപിടിക്കണമെങ്കിൽ Laplace transform of cos square t കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ട്രിഗണോമെട്രിയുടെ ഫോർമുല അറിയണം. ട്രിഗണോമെട്രിയുടെ ഫോർമുല plus 1 minus sin 2t by 2 അല്ലേ? cos square theta എന്നുള്ളതിന്റെ ഫോർമുല എന്താ? cos square theta is equal to 1 minus sin square theta. എന്ത് അല്ല സർ, cos square theta is equal to 1 minus sin 2t by 2. 2 theta by 2. ഒന്നും കൂടി ആലോചിച്ച് പറഞ്ഞേ. cos square theta യുടെ ആൻസർ ഫോർമുല 1 minus sin square theta. 1 മൈനസ് അല്ല, 1 പ്ലസ് cos 2 theta by 2. ഇതാണ് ഫോർമുല കേട്ടോ. cos square theta യുടെ ഫോർമുല അതാണ് 1 പ്ലസ് cos 2 theta by 2. അതുപോലെ sin square theta ക്ക് മറ്റൊരു ഫോർമുല ഉണ്ട്. അതെന്താണെന്നറിയോ? 1 മൈനസ് cos 2 theta by 2. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിയിലെ കുറച്ച് ഐഡന്റിറ്റീസ് നമ്മൾ അറിയണം, മനസ്സിലുണ്ടാവണം. അപ്പോൾ cos square theta യുടെ ഫോർമുല 1 പ്ലസ് cos 2 theta by 2 ആണ്. sin square theta യുടെ ഫോർമുല 1 മൈനസ് cos 2 theta by 2 ആണ്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? cos square 2t ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos square 2t എന്നുള്ളതിനെ ഈ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. ആ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് cos 4t 2 into 2t divided by 2. അപ്പൊ നമുക്ക് വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 plus cos 4t by 2 എന്നാണ് വരുന്നത്. ഇനി നമ്മൾ 1/2 ടേക്കൺ ഔട്ട്സൈഡിൽ എടുക്കുക. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t ഇങ്ങനെ വരും. That is 1/2 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്? 1 by s. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t എന്താണ്? cos 4t cos 8 plus 16 s by s square plus 16. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. cos square 2t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/2 into 1 by s plus s by s square plus 16. ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ we should know the identity cos square theta is equal to 1 plus cos 2 theta by 2. ആ ഐഡന്റിറ്റി അറിയാവുന്നവർക്ക് മാത്രമേ ഈ പ്രോബ്ലം കംപ്ലീറ്റഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 1/2 into 1 by s plus s by s square plus 16. എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. എഴുതി കഴിഞ്ഞു വരിക്കും, ഞാൻ മാറ്റം വേണ്ട. അടുത്ത പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin square t. രണ്ടാമത്തെ പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin square t. sin square t യുടെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇവിടെ sin square theta എന്ന് പറയുന്നത് 1 minus cos 2 theta by 2 ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 minus cos 2t by 2. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 minus cos 2t by 2. അതിൽ 1/2 ടേക്കൺ ഔട്ട്സൈഡിൽ എടുക്കുക. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 minus Laplace transform of cos 2t. That is 1/2 into Laplace transform of 1 എന്ന് പറയുന്നത് എന്താണ്? 1 by s. Laplace transform of cos 2t എന്ന് പറയുന്നത് എന്താണ്? s by s square plus 4. അപ്പോൾ നമുക്ക് Laplace transform of sin square t യുടെ ആൻസർ എന്ത് കിട്ടി? 1/2 into 1 by s minus s by s square plus 4. s by s square plus 4 എഴുതിയെടുത്തോളൂ കേട്ടോ.